ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ ഇന്ന് ആ സെമിനാറിൽ പൂർണ്ണസമയം പങ്കെടുത്ത ഒരാൾ കൂടിയാണ്. അവിടെ എന്താണ് മുഖ്യമന്ത്രിയും രമേശ് മുൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് എന്നതും ശ്രീ ശശികുമാർ പറഞ്ഞതുമൊക്കെ താങ്കൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ചാനലുകൾ റേറ്റിങ്ങിന് വേണ്ടി ഈ രീതിയിൽ മത്സരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കേരളത്തിലെ ചില അനുഭവങ്ങൾ വെച്ച് അതിൻ്റെ അപകടം ആർക്കാണ് എന്നതാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് താങ്കൾക്ക് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അതിൻ്റെ ഗുണഭോക്താക്കൾ ആര് എന്നതിനേക്കാൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ തിക്തഫലം അനുഭവിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പക്ഷം ആണ് എന്ന് തോന്നുന്നുണ്ടോ? ലാൽ, അതൊരു ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം കടന്നുപോകുന്ന ചില വിഷയങ്ങളാണ്. അതിലേക്കാണ് അങ്ങ് വിരൽ ചൂണ്ടിയത് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. രമേശ് ചെന്നിത്തല, രണ്ട് പേരും ആദ്യമേ ഞാൻ പറഞ്ഞു വയ്ക്കട്ടെ, രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയ പ്രസംഗങ്ങൾ മാധ്യമരംഗത്തേക്കുള്ള ഒരു നിവർത്തിപ്പിടിച്ച ഒരു കണ്ണാടി തന്നെയായിരുന്നു. വളരെ ഗംഭീരമായ കാഴ്ചപ്പാട്, ഗംഭീരമായ പ്രസംഗങ്ങൾ രണ്ടും എന്ന് തന്നെ പറയാം. രമേശ് ചെന്നിത്തല പ്രത്യേകം പറഞ്ഞ് കേരളത്തിൽ പെയ്ഡ് ന്യൂസ് ഇല്ല. ദീർഘകാലം കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രസിഡൻ്റായ ആയിരുന്ന ഞാൻ, തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡൻറ്റ്, സെക്രട്ടറി, സംസ്ഥാന പ്രസിഡൻറ്റ്. അപ്പോൾ എനിക്ക് കേരളത്തിലെ പത്രക്കാരെ അറിയാം, മാധ്യമപ്രവർത്തകരെ അറിയാം മൊത്തത്തിൽ. പിന്നീടാണ് ടെലിവിഷൻ ഇങ്ങോട്ട് വരുന്നത്. അത് ഗംഭീരമായി രമേശ് ചെന്നിത്തല, എനിക്കത് പറഞ്ഞാലേ പറ്റുള്ളൂ. കാരണം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അങ്ങനെ ഒരു പരീക്ഷണത്തിനും വശംവദരാകുന്നവരല്ല. രമേശ് ചെന്നിത്തല അമർമ്മം തൊട്ടാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് എൻ്റെ ഒരു അഭിനന്ദനം. പിന്നീട് ഇപ്പോൾ പറഞ്ഞ കാര്യം അത് പറയുമ്പോൾ തന്നെ ശ്രീ ജേക്കബ് ജോർജ്, മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയെടുത്ത് ഈ മറ്റെന്തെങ്കിലും മോഹിച്ച ആളുകൾ വാർത്തകൾ വളച്ചൊടിക്കുന്നതിനൊരു കാരണം ഉണ്ടാകണമല്ലോ. അതല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ ചില പിൻവലിക്കലുകൾ ഒക്കെ ഉണ്ടോ? അടിസ്ഥാനപരമായ വിഷയം പത്രങ്ങളും ടെലിവിഷനും തമ്മിലുള്ള ബന്ധം. കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ വന്നപ്പോൾ പത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന സമയമായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ആയിരുന്നു പത്രക്കാർ, ശ്രീകുമാറും ഞാനുമൊക്കെ. ഞങ്ങൾ യൂണിയനിലും ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് ദീർഘകാലം. അപ്പോൾ പത്രങ്ങളിൽ വളരെ കണിശമായ ഒരു പരിശീലന പരിപാടിയുണ്ട്. ആ പരിപാടി 2 വർഷത്തെ പരിശീലനം, അത് കഴിഞ്ഞാൽ 6 മാസത്തെ കൺഫർമേഷൻ കഴിഞ്ഞിട്ടേ 6 മാസം കഴിഞ്ഞിട്ടേ കൺഫർമേഷൻ കിട്ടുകയുള്ളൂ. അപ്പോഴേ ഫുൾ ശമ്പളം ട്രെയിനിങ് കഴിയുമ്പോഴേ തന്നെ കിട്ടും. അങ്ങനെ ആ 2 വർഷത്തെ മാത്രമല്ല, പിന്നീട് ആദ്യ ഘട്ടങ്ങളിലൊക്കെ നിരന്തരമായ പരിശീലനം. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മളൊക്കെ ഒരു സ്റ്റോറി കൊടുത്താൽ ഞങ്ങളുടെ മുതിർന്ന ബ്യൂറോ ചീഫുമാർ, സത്യവ്രതൻ, മാതൃഭൂമിയിലെ കാര്യമാണ് ഈ പറയുന്നത്, പി രാജൻ, തന്നോട് ആര് പറഞ്ഞോ, തനിക്ക് തെളിവുണ്ടോടോ, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്. ബ്യൂറോയിൽ ഡെസ്കിൽ പോയാൽ അതിനെക്കാട്ടിലും ന്യൂസ് എഡിറ്റർ, ചീഫ് സബ് എഡിറ്റർ, അങ്ങനെ പല തട്ടുകളിലൂടെ കടന്നേ പത്രം, നമ്മുടെ പത്രം അച്ചടിമഷി പുരളുകയുള്ളൂ. ടെലിവിഷൻ അങ്ങനെയല്ല. നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ, ഒരു റിപ്പോർട്ടർ ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്യാമറയും ഒക്കെ ക്യാമറമാനെ കൊടുക്കും, മൈക്കും കൈ കൊടുക്കും, കാറും കൊടുക്കും, പോയി റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു നിരന്തരം ഒരു കൃത്യമായൊരു പരിശീലന പരിപാടി ടെലിവിഷനില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ മാതൃഭൂമിയിലും ഇന്ത്യ ടുഡേയിലും ജോലി ചെയ്തിട്ടുണ്ട്. അത് പരസ്യവും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാതൃഭൂമിയിലും വളരെ സ്ട്രിക്റ്റാണ്, മനോരമയിലും സ്ട്രിക്റ്റാണ്. നമ്മളൊന്നും പരസ്യത്തിന് വേണ്ടി യാതൊന്നും ചെയ്യേണ്ട, പരസ്യക്കാർക്ക് വേണ്ടി ഒരു വാക്ക് പോലും എഴുതേണ്ടതില്ല. ഇന്ത്യ ടുഡേയിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പരസ്യക്കാരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. രണ്ടും വളരെയധികം കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. മാധ്യമങ്ങളിൽ ഞാൻ പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതല്ല. ടെലിവിഷൻ ചാനലുകളിൽ പത്രങ്ങളെ അപേക്ഷിച്ചിട്ട് അവരുടെ ചാനലിൻ്റെ റേറ്റിംഗ് അവർക്കൊരു വിഷയമാണ്. ആ ചാനലിൻ്റെ, അവരുടെ സ്ഥാപനത്തിൻ്റെ റേറ്റിംഗ് ഉയരുന്നത് അവരുടെ റേറ്റിങ്ങിന് തുല്യമാണ്. ഒരു ടെലിവിഷൻ അവതാരകൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ബ്യൂറോയിലെ റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് അയാളുടെ സ്വന്തം റേറ്റിംഗ് ഉയർത്തുകയാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രവർത്തിക്കണം.
അതിനുവേണ്ടിയാണ് ഈ ഒരു മരണപ്പാച്ചിൽ ശ്രീ ജേക്കബ് ജോർജ് പെശക് പറ്റുന്നതല്ല. അക്കാര്യത്തിൽ ഒരു മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വാർത്തകൾ കേരളത്തിൽ ഇടതുവിരുദ്ധമായ പ്രത്യേകിച്ച് ആൻറ്റി CPM ആയിട്ടുള്ള വാർത്തകളാണ് എന്ന് ഇപ്പോൾ ഡോക്ടർ പ്രേംകുമാറും ചൂണ്ടിക്കാട്ടി. ഒരു പക്ഷേ അതിൻ്റെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇടതുപക്ഷത്തിനാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിലുമുണ്ട്. അല്ല, തീർച്ചയായിട്ടും കേരളത്തിലെ ഇപ്പോഴത്തെ പത്രപ്രവർത്തനം മാധ്യമപ്രവർത്തനം അത് ഒരു ആൻറ്റി ലെഫ്റ്റ്, ആൻറ്റി CPM, ടു ബി പ്രിസൈസ് ആൻറ്റി പിണറായി ലൈനിലാണ്. സംശയമൊന്നുമില്ല, അത് യാതൊരു സംശയവുമില്ല. നമുക്ക് തെളിവുകളൊന്നും നിരത്തേണ്ടല്ല. ഞാൻ ആ കാര്യത്തിൽ പ്രേംകുമാർ പറഞ്ഞതിനോട് യോജിക്കുന്നു 100%. സംശയമൊന്നുമില്ല. പക്ഷേ എനിക്കതറിയാം, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിണറായി നമുക്ക് എന്തൊക്കെ കാര്യം നമുക്ക് ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. എൻ്റെ സമയത്തോ എൻ്റെ കാലഘട്ടത്തിലോ ഞാനായിരുന്നുവെങ്കിലും ഒരിക്കലും കൊടുക്കുമായിരുന്ന റിപ്പോർട്ടുകളല്ല അത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളതേക്കുറിച്ച് വ്യക്തിപരമായിട്ടൊന്നും ഓരോ വാർത്തയെടുത്ത് അനലൈസ് ചെയ്യേണ്ട കാര്യം വരെയുള്ള സമയമല്ല ഇത്. പക്ഷേ അത് നടക്കുന്നുണ്ട്. പക്ഷേ പിണറായിയെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ലാൽ? പിണറായി കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാവായതുകൊണ്ടാണ്. ഇടതുപക്ഷത്തെ രണ്ടാമതൊരു ഭരണ തുടർച്ചയിലേക്ക് നയിച്ച ഒരു നേതാവ് എന്ന നിലയ്ക്കാണ്. കേരളത്തിൽ CPMൻ്റെ നേതാവ് എന്ന നിലയ്ക്കാണ്. CPMൻ്റെ ഭരണത്തുടർച്ച സ്വന്തം നിലയ്ക്ക് നേടിയെടുത്ത, സ്വന്തം കർത്തവ്യങ്ങളിലൂടെ നേടിയെടുത്ത ഒരു ഭരണാധികാരി എന്ന നിലയ്ക്കാണ് പിണറായിയെ എതിർക്കുന്നത്. അതിലൊക്കെ കടന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അതാണ് ഇതുപോലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് മാത്രമല്ല ഈ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് അറിയാമല്ലോ ശ്രീ. അതും അറിയാം. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുള്ള ഒരു ആൾ എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് അത് നന്നായിട്ടറിയാം. അതിന് സംശയമൊന്നുമില്ല. അത് പക്ഷേ അതുപോലെ തന്നെ അതിനകത്ത് എത്രമാത്രം ഏറ്റക്കുറച്ചിലുകൾ കാണുമായിരിക്കും. കരുണാകരൻ കേരളത്തിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു കരുണാകരൻ. പക്ഷേ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ കരുണാകരനെതിരെ അല്ലായിരുന്നല്ലോ. അതല്ലല്ലോ കാരണം. ഞാൻ പറയുന്നതേ ഉള്ളൂ, ഞാൻ ചൂണ്ടിക്കാട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കരുണാകരനെതിരെ എതിർക്കാൻ കാര്യം കോൺഗ്രസിൻ്റെ അകത്തെ രാഷ്ട്രീയമായിരുന്നു. ഞാനും കരുണാകരനെ ഒത്തു എഴുതിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. പിന്നീട് ഞാൻ കരുണാകരനോട് വലിയ ലോകത്തിലാവുകയും ചെയ്തു. ഞാൻ കരുണാകരനെതിരെ അങ്ങനെ ഈ കൂട്ടർ കാണിക്കുന്ന ചെയ്തികളൊന്നും ശരിയല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് അത് ശരിയല്ലല്ലോ, കരുണാകരനെ അത് അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ മാറുകയും ചെയ്തു. പക്ഷേ പിണറായി വിജയനെ അങ്ങനെയല്ല. പിണറായി വിജയനെ രണ്ടും തീർത്ത് നശിപ്പിക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ് ആക്രമണം. അതിന് സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ.